വൈമാനികനാണ്. ഈ ഒരു ഇതിലേക്ക് ആഗ്രഹം വരാനുണ്ടായ സാഹചര്യം എന്താ? എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അയാളുടെ കൂടെ ഇങ്ങനെ ഞാൻ ഇൻസിഡൻ്റലി ഒരു ക്യാപ്റ്റൻ യായ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ക്യാപ്റ്റൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇത് ഒരു ദിവസം ഇൻസിഡൻ്റിൽ ഞാൻ മീറ്റ് ചെയ്ത്, അപ്പോൾ ഇങ്ങനെ ഫ്ലൈങ്ങിനെ പറ്റിയിട്ടൊക്കെ, അപ്പോൾ എനിക്ക് ഭയങ്കര സൗണ്ട് ഓഫ് കാർസ് ആൻഡ് ഓൾ. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, വൈ ഡോണ്ട് യു കം ടു ജോയിൻ ഫോർ ഫ്ലൈങ്? ഞാൻ പോയി, പിന്നെ ഇതിന് ട്യൂഷന് പോയിക്കൊണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ. അങ്ങനെ ഫ്ലൈങ് ഒക്കെ തുടങ്ങി. ആ സമയത്ത് തന്നെ രാഹുൽ ഗാന്ധിയും പൈലറ്റാണ്. രാഹുൽ ഗാന്ധി ഞങ്ങളൊക്കെ ഒരേ ഇൻസ്റ്റിറ്റ്യൂട്ടിലായിരുന്നു. രാഹുൽ മഹാജൻ, പ്രമോദ് മഹാജൻ. ഹി വാസ് ഫ്ലൈങ് ഫോർ ജെറ്റ് എയർവേസ്. കോൺസ്റ്റന്റ് ഇപ്പോഴും നല്ല. ഒരുപാട് താങ്കൾക്ക് ഈ ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ പ്രമുഖരെ പരിചയമുള്ളത് താങ്കളാണ്. അങ്ങനെ ജ്യേഷ്ഠൻ രാഷ്ട്രീയ പാർട്ടിയിലുണ്ടെങ്കിലും അമർ സിംഗ് പോലെയുള്ള അമർ സിംഗ് ഒക്കെ നന്നായിട്ട് സമാജ്വാദി പാർട്ടിയിലുണ്ടായിരുന്ന അമർ സിംഗ്, പിന്നെ നമ്മുടെ മുലായം സിംഗിന്റെ മകൻ, പുള്ളിയായിട്ടെല്ലാം നല്ല ഡയറക്ടർ. അവരായിട്ടുള്ള ആ ഒരു അമർ സിംഗുമായിട്ട് കണ്ടുമുട്ടാനുള്ള സാഹചര്യം എങ്ങനെയായിരുന്നു? ഒരു ദിവസം ഞാൻ US ലായിരുന്നു. അന്ന് അദ്ദേഹത്തിന് സ്വന്തം തന്നെ പ്ലെയിനുണ്ട്. ചാർട്ടർ പോകുന്നത് തന്നെ പ്രൈവറ്റ് ജെറ്റിലാണ്, അത് മറ്റേ എയർലൈനിലൊന്നുമല്ല. ഈ യൂസ് ബൈ ഹിംസെൽഫ്. അദ്ദേഹത്തിന് സ്വന്തം തന്നെ പ്ലെയിനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഇൻസിഡൻ്റിൽ ഞാൻ മീറ്റ് ചെയ്തു. അപ്പോൾ എനിക്കറിയില്ലായിരുന്നു ഇത് അമർ സിംഗ് ആണ്, ഈസ് റൂളിങ്. പെട്ടെന്ന് ഇങ്ങനെ കണ്ട് അങ്ങനെ പിന്നെ കോൺസ്റ്റൻ്റ്ലി ഞങ്ങളൊരു ടച്ചിലായി. പിന്നെ ഡൽഹിയിലൊക്കെ പോകുമ്പോൾ എന്നും വിളിക്കും. അങ്ങനെ നല്ല ബന്ധമാണ്. അദ്ദേഹം വിളിക്കാറുണ്ട്. സൗദിയിലും ഉണ്ടായിരുന്നു, അറാംകോൻ്റെ പ്രൈവറ്റ് ജെറ്റ്സിൽ. അറാംകോയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഷഹബാസ് ഖാൻ. പെട്ടെന്ന് പുള്ളി മരിച്ചു. അതും ഈ അവിടെ ഓപ്പറേറ്റ് ചെയ്യുന്ന ദഹ്റാൻ. കാരണം എനിക്കറിയാവുന്നതാണ്. കാരണം ഈ എംപ്ലോയീസിനൊക്കെ അവർ ഒരു ചെയർമാനും പ്രിൻസൊക്കെ ഗവർണർ ഓഫ് ദമാമിന്റെ ഏരിയയിലേക്ക്, അവരുടെ യൂണിറ്റിലേക്ക്. അതെ എല്ലായിടത്തേക്കും പോകും. സൗദിയിൽ നിന്ന് ഇൻസൈഡ് പുതിയ എയർപ്ലെയിനൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നു. കുറച്ച് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, ഷഹബാസ് ഖാൻ. അവൻ്റെ കെയർ ഓഫിലാണ് ഞാൻ പോയി. പിന്നെ തിരിച്ച് വിട്ട് വന്നു. ഇപ്പോൾ ജ്യേഷ്ഠൻ്റെ കൂടെ ബിസിനസ്സിലാണ്. കാരണം അത് വേണ്ടെന്ന് ജ്യേഷ്ഠൻ പറയുമായിരുന്നു, അതോ സ്വയം തീരുമാനം? അല്ല, സ്വയമായിട്ട്. പിന്നെ എന്നും ഇത് ഫ്ലൈങ്, പിന്നെ ഇത് എൻ്റെ ഇന്ത്യൻ ലൈസൻസ് ഉണ്ടായിരുന്നില്ല. അതാണ് പിന്നെ ഡ്രോപ്പ് ചെയ്യാനുള്ള കാരണം. ഇവിടുത്തെ ഏറ്റവും വലിയ ഈ ഫാമിലിയിലെ പ്രത്യേകത എന്ന് പറയുന്നത്, കാരണം ഞങ്ങളുടെ പ്രേക്ഷകർക്ക് അതൊരു മെസ്സേജാണ്. കാരണം പല വീടുകൾ ഉണ്ടായിരുന്നിട്ട് പോലും, കാരണം എല്ലാ കൂടപ്പിറപ്പുകളും 6 സഹോദരങ്ങളും ഈ തറവാട്ടിലാണ്. എല്ലാവരും ഒരുമിച്ച് അവരുടെ മക്കളും കുടുംബവുമായിട്ട് വളരെ ഒത്തൊരുമയോടുകൂടി പോകുന്നു. അത് എങ്ങനെയാണത്? എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ മായൻ ആണ് എല്ലാത്തിൻ്റെയും. എന്ത് പറഞ്ഞാലും ഞങ്ങളത് ഉപ്പാടെ തുല്യം എന്ന് പറയുന്നത്. അതെ, മായൻ കായാണ്. പുള്ളിയോട് എന്ത് കാര്യമുണ്ടെങ്കിലും പുള്ളിയോട് ചോദിച്ചിട്ട് ഞങ്ങൾ ചെയ്യാറുള്ളൂ എല്ലാവരും. പിന്നെ രണ്ടാമത്തെ ബ്രദർ ഇബ്രാഹിം പ്യൂർലി ബിസിനസ്സിലാണ്. പിന്നെ മായൻക ഇപ്പോൾ പൊളിറ്റിക്സിലും എല്ലാം വൈസ് പ്രസിഡന്റാണ്, മുസ്ലിം ലീഗിൻ്റെ. പിന്നെ രമേശ് ചെന്നിത്തലിൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തും കൂടിയാണ്, വെരി ക്ലോസ് ഫ്രണ്ട്. അപ്പോൾ ഇപ്പോഴില്ല, പണ്ടേ ഉള്ളത് കോളേജിലെല്ലാം ഉണ്ടാകുമ്പോൾ ആ ബന്ധങ്ങളാണ്. എന്നും ഈ കോൺസ്റ്റൻറ്റ് ടച്ച് വിത്ത് ഹിം. പിന്നെ അങ്ങനെ ആകുമ്പോൾ പുള്ളി പറഞ്ഞതുകൊണ്ടാണ് പുള്ളീൻ്റെ എല്ലാം. ഉപ്പ മരിച്ച് 83 ഫെബ്രുവരി 28 ആ സമയം മുതൽ ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഉമ്മാവും മരിച്ചു. ഇപ്പോൾ ഉപ്പയില്ല, ഉമ്മയില്ല. എല്ലാത്തിനും നേതൃത്വം കൊടുക്കുന്നത് മായൻകയാണ്. മായൻകാൻ്റെ മൂത്ത മോളെ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ ചിലപ്പം കേട്ടിട്ടുണ്ട്, നിംസ് യൂണിവേഴ്സിറ്റി, നിംസ് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അവർ ഇവിടെ നെയ്യാറ്റിൻകര. ഫൈസലാണ് ഇപ്പോൾ ഇതൊക്കെ വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ. വെരി യങ്, ഈസ് 28 years old. അപ്പോൾ വളരെ വലിയൊരു. അപ്പോൾ ഏത് കാര്യവും ഒരുപക്ഷെ ജനാബ് ഷെരീഫിനോട് ചോദിക്കുകയാണ്, താങ്കളുടെ റോൾ മോഡൽ ജ്യേഷ്ഠൻ തന്നെയായിരിക്കും. ജ്യേഷ്ഠൻ തന്നെ. പിന്നെ എൻ്റെ വാപ്പായും എല്ലാവരും പറയും ഫിലോസഫറാണോ എന്ന് ചോദിക്കാറുണ്ട് ചിലപ്പോൾ. ചില സംഗതികൾ പറഞ്ഞു ഇപ്പോൾ പറയും
ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഏതൊരാളെയും പേടിപ്പിക്കുന്നവനെ പേടിപ്പിക്കരുത്, പേടിപ്പിക്കുന്നവനെ പേടിക്കുകയും ചെയ്തത്. കാരണം പേടിക്കുന്നവനെ പേടിപ്പിക്കുകയും ചെയ്യരുത്, പേടിപ്പിക്കുന്നവനെ പേടിക്കുകയും ചെയ്യരുത്. ഇതാണ് ഒരു വലിയ ഫിലോസഫിയാണ്. സാധാരണ ഇങ്ങനത്തെ പല ഇതും പറയാറുണ്ട് എൻ്റെ വാപ്പ. അത് ജീവിതത്തിൽ ഒരുപാട് പകർത്തിയിട്ടുണ്ട്. ഇത്രയും ഉയരങ്ങളിലേക്ക് നമ്മൾ പറക്കുമ്പോൾ പോലും ജീവിതത്തിൽ അതിനൊരു സാധ്യത എന്ന് പറയുന്നത് ഉപ്പ തന്നെയായിരുന്നു. ഉപ്പ തന്നെ. അപ്പോൾ അതിന് എല്ലാത്തിനും ഒറ്റൊരാളായിരുന്നു, എന്നാലും എല്ലാത്തിനും ബിസിനസ്സും ചെയ്യും, അങ്ങനെ എല്ലാം സോഷ്യൽ വർക്കും എല്ലാം ഉണ്ടായിരുന്നു. വളരെ സന്തോഷമായിട്ട് ഇപ്പോൾ ഒരു കൂട്ടുകുടുംബവും അതിൽ ഒരു ബിസിനസ്സും എല്ലാവരും കൂടെ ചേർന്ന് നേതൃത്വം നമ്മുടെ മാഹിൻ ചായയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകുന്നു. എല്ലാം മാഹിൻ ചായാലും എല്ലാം ഇബ്രാഹിം ഖാനോടുമായിട്ട് ഡിസ്കസ് ചെയ്യും, ഇബ്രാഹിം ഖാനുമായിട്ട് എല്ലാവരുമായിട്ട് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും. ബാക്കി 2 പേരുണ്ട്, 4 പേര്. ഇബ്രാഹിം, അഷ്റഫ് ബോംബെയിലാണ് ബിസിനസ്, പിന്നെ സലാം അഡ്വക്കേറ്റും ബിസിനസ് തന്നെയല്ല, മുനീർ ഏറ്റവും ചെറിയവൻ ബിസിനസ്സിൽ തന്നെ. 6 പേരാണ്. വളരെ സന്തോഷം. ഈ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഒരു അവസരം, ഒരു ഫാമിലിയെക്കുറിച്ച് പറയുവാനും അത് ബി പ്രൗഡ് ഓഫ് ദാറ്റ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ കേരളത്തിലെ കുടുംബങ്ങളിൽ ഇല്ലാത്ത ഐക്യം ഈ കുടുംബത്തിൽ കാണുന്നു. ഇന്ന് നിങ്ങളുടെ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യവും എല്ലാവരും പറയും. ഞങ്ങളുടെ വീട്ടിൽ വന്ന എല്ലാവരും പറയും, വലിയ നേതാക്കന്മാരായാലും എല്ലാവരും പറയും ഇങ്ങനെ. റീസെൻ്റ്ലി ഇയാൾ വന്നിരുന്നു, നമ്മുടെ ശരത് കുമാർ. അദ്ദേഹം ചോദിച്ചു എന്നോട്, ഫിലിം ആക്ടർ, ഇന്ന് രാവിലെയും വിളിച്ചിരുന്നു. ഞാൻ നല്ല ബന്ധത്തിൽ കോൺസ്റ്റന്റ് ടച്ചിലാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പ്രാവശ്യം എന്നോട് ഇങ്ങനെ, ഇത്രയും നിങ്ങൾ ഇതായിട്ടും ഒറ്റ വീട്ടിൽ ഒന്നിച്ച് ആണോ, ഇത് വലിയൊരു ഇതാണ് എന്നൊക്കെ എല്ലാവരും പറയുന്നു. വീട്ടിൽ ആര് വന്നാലും വലിയ അഭിമാനവും അംഗീകാരവുമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ കാലത്ത് ഇങ്ങനെയൊക്കെ എല്ലാവരും നമുക്കിന്ന് സമൂഹത്തിൽ എന്നുള്ളതാണ്. സഹോദരങ്ങൾ പോലും തമ്മിൽ അകന്നു പോകുന്നത്, അവരെ സഹോദരങ്ങളുടെ കുട്ടികൾ തമ്മിൽ അറിയാൻ പറ്റാത്ത കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ നിങ്ങളൊരു മാതൃകയാണ്. അത് വളരെ സന്തോഷം. ഇങ്ങനൊരു പ്രോഗ്രാമിൽ ഒരു ബിസിനസ്സുകാരനെ ഇൻ്റർവ്യൂ ചെയ്യണമെന്ന് ഇത് അമർ സിംഗിന് ഒരു പ്രാവശ്യം 2 പേരുള്ള അംബാനിമാർ, വളരെ അടുപ്പമാണ് അദ്ദേഹം അനിൽ അംബാനിയോട്. എന്നിട്ടും അദ്ദേഹം എന്നോട് ഒരു പ്രാവശ്യം പറഞ്ഞു, ഇതാ 2 കണ്ടില്ല. ഞാൻ ഇതിൻ്റെ ഇടയിൽ ലക്നൗവിൽ പോയിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ. ജയാ ബച്ചൻ സ്പെഷ്യൽ ജെറ്റിൽ തന്നെ, ജയാ ബച്ചൻ, അമർ സിംഗ്, ഞാനുണ്ടായിരുന്നു. ഫോട്ടോ ഉണ്ട് എൻ്റെ. അങ്ങനെ 4 പേര് പോയത്. തമിഴ് ആക്ട്രസ് ജയപ്രദ. എല്ലാവരും ഞാൻ കോൺസ്റ്റന്റ്ലി എല്ലാവരും വിളിച്ച് നല്ല ബന്ധം ഉണ്ടാകാറുണ്ട്. ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഏത് സിനിമാ ഫീൽഡിലായാലും രാഷ്ട്രീയക്കാരായാലും ഞാൻ നോക്കി നിന്ന് കാണുകയാണ് എല്ലാവരും ഈ ഒരു ഐക്യത്തെ. അതെ, വളരെ സന്തോഷം. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുകയാണ്. ജനാബ് മാഹിൻ കല്ലട്രയുമായിട്ടുള്ള അഭിമുഖത്തിലുടനീളം അദ്ദേഹത്തിൻ്റെ വിജയവും അദ്ദേഹത്തിൻ്റെ ജീവിതശൈലിയും വെച്ച് നോക്കുമ്പോൾ ഒരു കൂട്ടുകുടുംബത്തിൻ്റെ അർത്ഥങ്ങളും ആ ബന്ധത്തിൻ്റെ ഐക്യവുമാണ് അദ്ദേഹത്തിൻ്റെ വിജയത്തിൻ്റെ പിന്നിലെ രഹസ്യം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. ഉത്തരവാദിത്തവും ഉത്തരവാദിത്തമില്ലായ്മ, ബന്ധങ്ങൾക്ക് അർത്ഥമില്ലാതിരിക്കുക, സഹോദരങ്ങൾ തമ്മിൽ തിരിച്ചറിയാതിരിക്കുക. ഈ എപ്പിസോഡിലൂടെ നമുക്കൊരു കാര്യം വ്യക്തമായി, സഹോദര ബന്ധങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വില കൊടുത്ത് മുന്നോട്ട് പോകുന്നൊരു വലിയ ഫാമിലി. മറ്റു വീടുകളുണ്ടായിരുന്നിട്ടും തറവാട്ടിൽ തന്നെ ഒത്തൊരുമയോടുകൂടി വളരെ സന്തോഷപൂർവ്വം കഴിയുന്ന ഒരു വലിയ ഫാമിലി. ആ ഫാമിലിയിൽ ബിസിനസ് ഉയരങ്ങളിലേക്ക് എത്തുമെന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട. അദ്ദേഹത്തിന് അവസാനം പറഞ്ഞ വാക്ക്, നാട്ടുകാരുടെ സ്നേഹവുമായി മുന്നോട്ട് പോകണം. അതാണ് എൻ്റെ സ്വപ്നം. കാസർഗോഡുകാരുടെ ഒരു രാഷ്ട്രീയ പ്രവർത്തകനായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ജനാബ് മാഹിൻ കല്ലട്രയ്ക്ക്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സർവശക്തനായ പടച്ച തമ്പുരാൻ ഒരുപാട് നന്മകൾ നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഇനി പ്രേക്ഷകരോടുള്ള ചോദ്യം ഇതാണ്.
ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി, ഇന്ത്യയിലെ ആദ്യത്തെ മുസ്ലിം പള്ളി ഏതാണ്? ഈ ചോദ്യത്തിന് ശരിയുത്തരം ഇനി പറയുന്ന ഫോൺ നമ്പർ ഞങ്ങളെ വിളിച്ചറിയിക്കുക. ഞങ്ങളെ വിളിക്കേണ്ട ഫോൺ നമ്പർ 0484-231-7782 അല്ലെങ്കിൽ 83. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 0484-231-7782 അല്ലെങ്കിൽ 83.